പണ്ട് പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ കേശവൻ എന്നു പേരുള്ള ഒരു തട്ടാൻ ഉണ്ടായിരുന്നു. അയാൾ ജോലിയിൽ വളരെ മിടുക്കനായിരുന്നു. എങ്കിലും കടുത്ത അത്യാഗ്രഹിയുമായിരുന്നു. എത്ര പണം സമ്പാദിച്ചാലും അയാൾക്ക് തൃപ്തി വന്നിരുന്നില്ല. എങ്ങനെയെങ്കിലും പെട്ടെന്ന് വലിയൊരു ധനികനാകണം എന്നതായിരുന്നു അയാളുടെ ഒരേ ഒരു ചിന്ത. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രായമായ ഒരു സന്യാസി കേശവൻ്റെ കടയിലേക്ക് വന്നു. വല്ലാതെ വിശന്നു വലഞ്ഞ സന്യാസിയുടെ കയ്യിൽ ഒരു പഴയ ചെമ്പുപാത്രവും ഉണ്ടായിരുന്നു. അദ്ദേഹം കേശവനോട് പറഞ്ഞു, "മകനെ, എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. ഈ പഴയ പാത്രം വാങ്ങി എനിക്ക് ഭക്ഷണം കഴിക്കാൻ കുറച്ച് പണം തരുമോ?" കേശവൻ ആ ചെമ്പ് പാത്രം വാങ്ങി പരിശോധിച്ചു. അപ്പോഴാണ് പാത്രത്തിൻ്റെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യഅറ കേശവൻ കണ്ടത്. അതിനുള്ളിൽ തിളങ്ങുന്ന വിലപിടിപ്പുള്ള ഒരു രത്നവും ഉണ്ടായിരുന്നു. സന്യാസി അത് അറിഞ്ഞിരുന്നില്ല. അത്യാഗ്രഹിയായ കേശവൻ സന്യാസിയെ പറ്റിക്കാൻ ഉറപ്പിച്ചു. കേശവൻ സന്യാസിയോട് പറഞ്ഞു, "ഇത് വെറും തുരുമ്പിച്ച പാത്രമാണ്. ഇതിന് വിലയൊന്നും കിട്ടില്ല. എങ്കിലും നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് ഞാൻ ഇതിന് 10 വെള്ളി നാണയം തരാം." കേശവൻ്റെ കള്ളം കേട്ട് സന്യാസി സന്തോഷത്തോടെ പണം വാങ്ങി യാത്രയായി. അങ്ങനെ സന്യാസി പോയ ഉടനെ കേശവൻ ആ രത്നം പാത്രത്തിൽ നിന്ന് പുറത്തെടുത്തു. പിറ്റേന്ന് തന്നെ അത് വലിയ വിലയ്ക്ക് വിൽക്കാനായി അവൻ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു. എന്നാൽ രാജാവ് രത്നം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിൽ നിന്ന് മോഷണം പോയ രാജകീയ രത്നമായിരുന്നു. കോപിതനായ രാജാവ് ചോദിച്ചു, "ഇത് കൊട്ടാരത്തിലെ രത്നമാണ്. ഇത് നിനക്ക് എവിടുന്ന് കിട്ടി?" രാജാവിൻ്റെ ചോദ്യം കേട്ട് പേടിച്ചു പോയ കേശവൻ വീണ്ടും കള്ളം പറഞ്ഞു, "പ്രഭു, ഇത് ഒരു സന്യാസി എനിക്ക് തന്നതാണ്. എനിക്ക് ഒന്നും അറിയില്ല." കേശവൻ്റെ കഷ്ടകാലത്തിന് ആ സന്യാസി അപ്പോൾ കൊട്ടാരത്തിലുണ്ടായിരുന്നു. രാജാവ് ആ സന്യാസിയെ വിളിച്ചു വരുത്തി കാര്യം തിരക്കി. സന്യാസി പറഞ്ഞു, "മഹാരാജാവേ, കാട്ടിൽ നിന്ന് കിട്ടിയ ആ പാത്രത്തിൽ രത്നമുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ തട്ടാൻ എന്നെ പറ്റിച്ച് വെറും 10 വെള്ളി നാണയമാണ് എനിക്ക് തന്നത്." കേശവൻ്റെ കള്ളത്തരവും അത്യാഗ്രഹവും രാജാവിന് പൂർണ്ണമായി മനസ്സിലായി. രാജാവ് കേശവനെ തടവിലാക്കാൻ ഉത്തരവിട്ടു. കള്ളത്തരം കാട്ടിയതുകൊണ്ട് കേശവന് ആ രത്നം കിട്ടിയുമില്ല, സ്വന്തം കടയും അന്തസ്സും നഷ്ടപ്പെടുകയും ചെയ്തു. ഗുണപാഠം: അത്യാഗ്രഹം എപ്പോഴും വലിയ നാശമേ വരുത്തൂ. നമ്മിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും മറ്റുള്ളവരോട് സത്യസന്ധത പുലർത്തുകയും വേണം. അടുത്ത ദിവസം മറ്റൊരു കഥയുമായി കണ്ടുമുട്ടാം.